മുൻപത്തെ 12 ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2 ഷോർട്സിലായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ലിങ്ക് ഞാൻ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 13ാമത്തെ ചോദ്യം എന്താണ്? കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന, കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് കേട്ടോ. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്, കറക്റ്റാണ്. രണ്ടാമത്തത് തെറ്റാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ല, ആനമുടിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മൂന്നാമത്തെ പ്രസ്താവന, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ശരിയാണ് കേട്ടോ. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി. മൂന്നാമത്തത് കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ. 1ഉം 3ഉം ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. ആണോ? അത് തെറ്റാണ് കേട്ടോ. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര, മൂസി, ഭീമ, ഇതൊക്കെയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ് ആണ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് അല്ലേ. കേരളത്തിൽ കൂടിയാണ് ദേശീയ ജലപാത NW3 കടന്നു പോകുന്നത്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കൊല്ലം, കോഴിക്കോടാണ് കേട്ടോ. കൊല്ലം, കോഴിക്കോട്. ഇത് തന്നെയാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. NW3 അല്ലെങ്കിൽ ദേശീയ ജലപാത 3 എങ്ങനെ അറിയപ്പെടുന്നത്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ അല്ലെങ്കിൽ പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. രാജസ്ഥാനാണ് റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അങ്ങനെയാണ് ഇങ്ങനെയും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. കക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അത് ഗുജറാത്തിലാണ്. കക്രപ്പാറ ഗുജറാത്തിലാണ്. പിന്നെ നാറോറ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. മഹാരാഷ്ട്രയിൽ ഏതാണ് സ്ഥിതി ചെയ്യുന്നത്? താരാപൂർ, അതുപോലെ ജയ്താപൂർ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കൈഗ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൈഗ ആണവ